ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അല്ല, സംഘപരിവാറിനെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് സംഘപരിവാർ കുത്തകയാക്കി വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളെയും അങ്ങോട്ട് കടന്നു ചെല്ലുന്ന വസന്ത് തെങ്ങുംപള്ളി, അല്ലല്ല, ഇക്കാര്യം ആ നിലപാടിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ തന്നെ ക്ഷേത്ര ഭരണത്തിൽ സംഘപരിവാറിന്റെ കുത്തക തകർക്കുന്നതിന് വേണ്ടി പാർട്ടിക്കാർ കടന്നു ചെല്ലണം എന്ന് സന്ദേശം നൽകിയത് പാർട്ടി തന്നെയാണ്. അത് പ്രകാരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ബോധ്യം ഉണ്ടാകുന്നില്ലേ എന്നാണ്. അല്ല, അതിനുത്തരം പറയാം. അതിനു മുമ്പ് ഞാനല്ല ആദ്യം ഇടപെട്ടത്. അങ്ങയുടെ സംസാരത്തിനിടയിൽ ഇടപെട്ടത് സഹ പാനലിസ്റ്റ് ഷാവു പ്രസാദാണ്. പക്ഷെ അപ്പോൾ അങ്ങ് പറഞ്ഞത് പുലയാട്ട് എന്നാണ്. എന്താണ് പുലയാട്ടിന് ഇത്ര കുഴപ്പം ജയരാജ്? നിങ്ങൾ വലിയ ജാതി സമത്വത്തെ പറ്റി സംസാരിക്കുന്നവരല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പുലയാട്ടിനോട് ഇത്ര അറപ്പ് തോന്നിയത്? അതുകൊണ്ട് ഭാഷ തന്നെയാണ് ഉപയോഗിച്ചത്. പുലഭ്യം പറയുന്നതെന്ന് പറയത്തില്ലേ? എന്തുകൊണ്ട് പുലഭ്യം എന്ന് പറയുന്നില്ല? പുലം നിലവെന്നുള്ള അർത്ഥമല്ലേ? നിലവെന്നാണ് അർത്ഥമല്ലേ? അതിലേക്ക് വരണ്ട. അല്ല, വസന്ത് വിഷയത്തിലേക്ക് വരൂ. വ്യാഖ്യാനിക്കണം, അത് വ്യാഖ്യാനിക്കണം. വിഷയത്തിലേക്ക് വരാൻ പറ. വെറുതെ കയറി പിടിക്കാതെ. പുലഭ്യം എന്ന് തന്നെ പറയുന്നത് അസഭ്യം. ബാക്കി അതിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ്. രണ്ട്, ശ്രീ മഞ്ജുഷ്, അങ്ങ് ഈ നമ്മുടെ ഗൂഗിൾ എടുത്തിട്ട് പിണറായി വിജയൻ എഗിനസ്റ്റ് എന്നിട്ട് അടിച്ചാൽ ആദ്യം അമേരിക്ക കാണും. അമേരിക്കക്കെതിരെ എന്തിനാണ് ഇവർ സമരം നടത്തിയതെന്ന് നമുക്കറിയില്ല. രണ്ടാമത്തെ അമൃതാനന്ദമയാണ്. ഇനി അതേ CPM എഗിനസ്റ്റ് അടിച്ചാൽ ആദ്യം മെട്രോ കാണും, രണ്ടാമത് മാതാ അമൃതാനന്ദമയി എന്ന് കാണും. അതായത് ഇവർ ഇപ്പോൾ പറയുന്നത് പ്രകാരം 25 വർഷം മുമ്പ് അമ്മ മാതാ അമൃതാനന്ദമയി UN പൊതുസഭയിൽ പോയി പ്രസംഗിച്ചു. അഖില മതസമ്മേളനത്തിന്റെ ഭാഗമായി അവർ സംസാരിച്ചു എന്നത് എന്നെയും മഞ്ജുഷും അടക്കമുള്ള എല്ലാ മലയാളികളുടെയും അഭിമാനത്തിന്റെ വിഷയമാണ്. പക്ഷേ ആ 25 വർഷങ്ങളുടെ ആദ്യം, അതായത് 2000-ൽ AK ആന്റണി മാതാ അമൃതാനന്ദമയെ സന്ദർശിച്ചപ്പോൾ എന്തായിരുന്നു CPM-ന്റെ അടിസ്ഥാനപരമായ നിലപാട്? ആന്റണി ഇതാ മതങ്ങളിലേക്ക് ചുരുങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ആന്റണിയെ നിങ്ങൾ കടന്നാക്രമിച്ചു. അതിനുശേഷം TK ഹംസ 2004-ലാണ് ഈ മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന അമ്മ മാതാ അമൃതാനന്ദമയെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരു B ഗ്രേഡ് ആക്ട്രസുമായി ഉപമിച്ചത്. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതിനുശേഷം നിങ്ങൾ പറഞ്ഞല്ലോ VS അച്യുതാനന്ദൻ മാതാ അമൃതാനന്ദമയെ അങ്ങ് പുകഴ്ത്തിയെന്ന്. ആ പുകഴ്ത്തലിന് മറുപടിയായാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ആൾദൈവങ്ങളുടെ കളി അത് നോർത്ത് ഇന്ത്യയിൽ മതി, കേരളത്തിൽ വേണ്ട. അത് VS-ന് കൂടിയുള്ള മറുപടിയായിരുന്നു. അത് 2006-ലോ 2007-ലോ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് എന്നെ തിരുത്താം. നോക്കൂ, ഇവർ എല്ലാ കാലഘട്ടത്തിലും അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ആരുടെ തിണ്ണ നിരങ്ങാനും ആരുടെ അടുക്കളപ്പുറം തിരങ്ങാനും അവിടുത്തെ ഏതെച്ചിൽ പാത്രം നക്കി വടിക്കാനും മടിയില്ലാത്ത കൂട്ടരാണ് എന്ന് കേരളത്തിന്റെ ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുധാമണി സുഹൃത ജന്മമായി മാറിയത് വലിയ വസന്ത് തെങ്ങുംപള്ളി PFI കൂടെ ചേർത്ത് പറ, SDPI കൂടെ ചേർത്ത് പറ. കേൾക്കുന്നേ, മദനിയുടെ ഒപ്പം വേദി പങ്കിട്ടത് ഞങ്ങളാണോ? നിങ്ങളല്ലേ? എന്താ ചരിത്രം അറിയില്ലേ പ്രിയപ്പെട്ട ജയരാജ്? സുധാമണിയെ നിങ്ങൾ സുഹൃതമണി എന്ന് വിളിക്കുമ്പോ, സുഹൃത ജന്മം എന്ന് വിളിക്കുമ്പോ, ഇന്ന് P ജയരാജന്റെ മകൻ, നിങ്ങളുടെ സൈബർ പോരാളി, നിങ്ങളുടെ സൈബർ പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അയാൾ പറഞ്ഞു കൂടുതൽ ഡെക്ലറേഷൻ ഒന്നും വേണ്ട, സുധാമണി എന്ന് വിളിച്ചാൽ മതി എന്ന്. നിങ്ങൾ നാളെ ജയിൻ രാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ? P ജയരാജിനെതിരെ നിങ്ങൾ അച്ചടക്കത്തിന്റെ വാളോങ്ങുമോ? ധൈര്യമുണ്ടോ? ഇതാണ് പാർട്ടി ലൈൻ ഇന്ന് തൊട്ട്. അതുകൊണ്ട് ഇനി കമാൻ അക്ഷരം മിണ്ടണ്ട എന്ന് ജയൻ രാജിനോട് പറയാനുള്ള തന്റെ ഇടമുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്. പാർട്ടി ലൈനാണ്, ഒരു ഗവൺമെന്റിന്റെ തീരുമാനമല്ലേ വസന്തേ? കമ്മ്യൂണിസ്റ്റ് സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ CPM നിലപാടല്ല നടപ്പിലാക്കുന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ലല്ല, LDF-ന്റെ നയമല്ല നടപ്പിലാക്കുന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? ഇതും ആരെ പറ്റിക്കാനാണ്? ഒരു മന്ത്രി ആയി കഴിഞ്ഞാൽ ജനകീയ മന്ത്രിയാണ്, ജനങ്ങളുടെ തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ല നടപ്പിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നാലും ജനകീയ കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ജയരാജ്, സാധാരണ ഈ ക്യാപ്സ്യൂൾ കമ്മികളെ പോലെ അങ്ങ് ഇടപെടരുത് ഒരു ചർച്ചയിൽ. ഞാൻ അങ്ങനെയല്ല കാണുന്നു. നോക്കൂ, എന്താണ് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം? നിങ്ങളുടെ പാർട്ടിയും സർക്കാരും താങ്കൾ ഇടപെട്ടത് ആണോ അല്ലയോ? പാർട്ടിയെയും സർക്കാരിനെയും രണ്ടായി കാണണമെന്നാണോ നിങ്ങളുടെ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പാർട്ടി സമ്മേളനങ്ങളിൽ നിങ്ങൾ മാർഗരേഖകൾ പുറത്തിറക്കുന്നത്, രാഷ്ട്രീയ നയരേഖ പുറത്തിറക്കുന്നത്? ആയതുമായി ബന്ധപ്പെട്ടാണല്ലോ നിങ്ങൾ സർക്കാരിനെ നിയന്ത്രിക്കുന്നത്.
നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് LP ലീഡറെ, അതായത് ലെജിസ്ലേറ്റീവ് പാർലമെന്ററി പാർട്ടി ലീഡറിനേക്കാൾ പവർഫുൾ ആണ് എന്ന് എല്ലാ കാലത്തും നിങ്ങളുടെ നയരേഖകൾ പറഞ്ഞിട്ടില്ലേ? ഇതൊന്നും വായിച്ചു നോക്കാതെയാണോ അങ്ങ് ഇടത് സൈദ്ധാന്തികനായി മാറുന്നത്? അപ്പോ ഞാൻ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ നയം മാറ്റുന്നതിൽ ഞങ്ങൾക്ക് എതിരഭിപ്രായം ഒന്നും ഇല്ല ശ്രീ ജയരാജ്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ എടുത്ത നിലപാടിലേക്ക് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ബസ് കയറി നിങ്ങൾ വന്നല്ലോ. നിങ്ങൾക്ക് മറ്റേ ഫിലമെന്റ് ബൾബ് കത്തുന്നത് പോലെയാണ് നിങ്ങളുടെ നിലപാട്. നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും. കമ്പ്യൂട്ടർ ഇവിടെ വന്ന് നാട് മുഴുവൻ കമ്പ്യൂട്ടറായി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ കമ്പ്യൂട്ടറിനെതിരെയുള്ള സമരം നിർത്തിയത്. അതുപോലെ AI വന്ന് ഒരുപാട് കാലം കഴിഞ്ഞാണ് നിങ്ങൾ AI പുൽകാൻ തുടങ്ങുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ബൾബ് കത്തുന്നത് പോലെ ഇപ്പോഴെങ്കിലും ഈ ശബരിമല അടക്കം മാതാ അമൃതാനന്ദമയി അടക്കമുള്ള കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സ്ഥാനങ്ങളിലേക്ക് അവരെ അംഗീകരിക്കേണ്ടതാണെന്നും അവർ അധിക്ഷേപം കേൾക്കേണ്ടവരല്ലെന്നും നിങ്ങളുടെ അസഭ്യവും നിങ്ങളുടെ വായിൽ തോന്നിയ വൃത്തികേടും കേൾക്കേണ്ടവരല്ല എന്ന നിലപാടിലേക്ക് നിങ്ങൾ വരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അങ്ങനെ നിങ്ങൾ വരുമ്പോ മുമ്പ് പറഞ്ഞതിനെയൊക്കെ നിങ്ങൾ റദ്ദ് ചെയ്യണം. മുമ്പ് പറഞ്ഞതിലൊക്കെ നിങ്ങൾ കേരളത്തിന്റെ പൊതുമനസാക്ഷിയോട് മാപ്പ് പറയാനുള്ള ആർജവം കാണിക്കണം, തന്റേടം കാണിക്കണം. എന്നിട്ട് വേണം വാഴപ്പിണ്ടി പോലെ നട്ടല് വളയ്ക്കാൻ എന്നത് നിങ്ങളുടെ നേതാക്കൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ ശ്രീ വസന്ത്, അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ നിന്ന് ക്ഷണം വന്നതനുസരിച്ചാണ് സംസ്ഥാന മന്ത്രി അവിടെ പോയത് കേട്ടോ. അല്ല, അത് സ്വാഭാവികമാണല്ലോ. അവരുടെ 25ാമത്തെ വാർഷികമൊപ്പം 72ാമത്തെ അമ്മ മാതാമൃതാനന്ദമയുടെ പിറന്നാൾ അടക്കമുള്ള കാര്യങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പൊ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ അങ്ങനത്തെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഉണ്ടാകും. സജി ചെറിയാൻ അവിടെ നിന്ന് തന്നെയുള്ള ഒരു മന്ത്രിയാണ്, അദ്ദേഹത്തെ വിളിക്കും, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇതിനു മുമ്പും വിളികൾ വന്നിട്ടുണ്ട്, ഇതിനു മുമ്പും ഇടത് സർക്കാരുകൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അന്നൊക്കെ ഇവരുടെ നിലപാടെന്തായിരുന്നു? TK ഹംസ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തികേട് പറഞ്ഞപ്പോൾ തിരുത്തിയിട്ടുണ്ടോ? ഹംസയെ തിരുത്തിയിട്ടില്ല. ആന്റണി അവിടെ പോയപ്പോൾ ആന്റണിയെ വേട്ടയാടിയതിൽ ഇവർക്ക് ഇപ്പോൾ പശ്ചാത്താപമുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൂടി ഇവർ പറഞ്ഞു വെക്കണ്ടേ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ശരി, ശ്രീ ജയരാജ്, അതിനുള്ള മറുപടി.